അങ്ങനെ ARM അല്ലെങ്കിൽ അജയൻ്റെ രണ്ടാം മോഷൻ എന്ന് പറഞ്ഞ ടൊവിനോയുടെ പടത്തിൻ്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. സോ അടിപൊളി ട്രെയിലർ തന്നെയാണ് കേട്ടോ. ഇനി മലയാള സിനിമയിൽ ഇറങ്ങാൻ പോകുന്ന പടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത്. സെപ്റ്റംബർ 12 ഇപ്പോൾ റിലീസിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേയധികം കാര്യങ്ങളുണ്ട്. പക്ഷേ ഡ്യൂറേഷൻ കുറച്ച് കൂടിയ പോലെ തോന്നി എനിക്ക്. ട്രെയിലർ ഒരു 2.25 മണിക്കൂറുണ്ട്. എന്നാലും അധികം നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ എന്തെല്ലോ കുറേ കട്ട്സും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ട്രെയിലർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ടൊവിനോയുടെ ഒരു 3 ക്യാരക്ടേഴ്സിൻ്റെ ബേസ് ആയിട്ടാണ് ഈ സിനിമ പോകുന്നുണ്ടെന്ന് പറയുന്നത് നിൽക്കുന്നത്. അതായത് അജയൻ, മണിയൻ, പിന്നെ കുഞ്ഞിക്കേളു, അങ്ങനത്തെ 3 ക്യാരക്ടേഴ്സാണ് ഈ ടൊവിനോ ഈ ഒറ്റപ്പടത്ത് ചെയ്യുന്നതെന്ന് പറയാൻ നിൽക്കുന്നത്. ബട്ട് ട്രെയിലർ കാണുമ്പോൾ ഒരു 4 ക്യാരക്ടേഴ്സ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു നോർമലായിട്ടുള്ളൊരു പേഴ്സൺ ഇപ്പോൾ ഒരു പ്രസൻറ്റ് ഡേയിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ പോലത്തെ ഒരു ക്യാരക്ടറിനെ കണ്ടിരുന്നു. സോ മേ ബി 3 ക്യാരക്ടേഴ്സ് ആയിരിക്കാം. എൻ്റെ തോന്നലാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ട്രെയിലർ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആക്കിയ കാര്യം എന്ന് വെച്ചാൽ ഒരു മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെയാണ്. ഒരു കള്ളനായിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് ഒരു കളരി പഠിപ്പിക്കുന്ന ഒരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട് ടൊവിനോ. ബട്ട് എനിക്ക് ഇതിനകത്ത് ഒരു കള്ളനായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു മേക്ക് ഓവറും ആ ക്യാരക്ടറിൻ്റെ ഡയലോഗ് ഡെലിവറി എല്ലാം കിടിലാണ്. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ക്യാരക്ടറിൻ്റെ ഡയലോഗ് ഡെലിവറി എല്ലാം അടിപൊളിയാണ്. പിന്നെ ഞാൻ ട്രെയിലർ ലാസ്റ്റ് എത്തുമ്പോൾ തന്നെ പോലീസിൻ്റെ പറയുന്ന ഡയലോഗൊക്കെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. സോ ട്രെയിലർ നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. പിന്നെ 3Dയിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത് വേറൊരു ഹൈപ്പിലേക്ക് കൂടി പോകുന്നുണ്ട്. ആൻഡ് 3Dയിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഈ ട്രെയിലർ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി സിനിമ ഇറങ്ങുമ്പോഴേക്കും നമുക്ക് എന്തായാലും അത് പറയാൻ കഴിയുള്ളൂ. ബട്ട് 3D ആണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. സോ അതിനുള്ള കാര്യങ്ങൾ എഫക്ട്സും കാര്യങ്ങളും ഇവരെന്തായാലും വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നല്ല ഡ്യൂറേഷനുള്ള ട്രെയിലർ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അധിക കാര്യങ്ങളൊന്നും മനസ്സിലാകാത്ത രീതിയിലേക്ക് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രെയിലർ. അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. ആൻഡ് ടൊവിനോയിൽ തന്നെ കരിയർ ബെസ്റ്റ് സിനിമയാവാനുള്ളൊരു ചാൻസും കൂടിയുണ്ട്. മേ ബി ഐ ഹോപ്പ് സോ. കാരണം അത്രയ്ക്ക് നല്ലൊരു എഫോർട്ട് എടുത്തിട്ടുണ്ട് ടൊവിനോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തോന്നുന്നു. അത്രയ്ക്ക് 3 ക്യാരക്ടേഴ്സാണ് ചെയ്തത്. 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് ഈ ഒറ്റ പടത്തിലേക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് എന്നെ ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് ആക്കുന്ന കാര്യം എന്താ വെച്ചാൽ അവർ കള്ളൻ, അതായത് മണി എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ്. ആ ഒരു ക്യാരക്ടറായിരിക്കും മേ ബി ഒരു മെയിനായിട്ട് എനിക്ക് പോകുന്നത്. ഏത് ക്യാരക്ടറാണെന്ന് അറിയില്ല. അജയ് എന്നാണ് ഇതിനകത്ത് പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. അജയൻ്റെ രണ്ടാം മോശം എന്ന് പറയുമ്പോൾ തന്നെ അജയനാണ് ഇതിനകത്ത് പേര് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇതിനകത്ത് കുറച്ചും കൂടി ട്രെയിലർ ഡിഫൈൻ ചെയ്ത് കാണിച്ചത് മണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഒരു കള്ളൻ്റെ ക്യാരക്ടറാണ്. കള്ളൻ, കളരി, പിന്നെ ഒരു പ്രസൻ്റ് ഒരു ക്യാരക്ടർ. മേ ബി ഫ്യൂച്ചർ പാസ്റ്റ് അങ്ങനത്തെ ഒരു ടൈപ്പ് മോഡാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി പാസ്റ്റിലെ കഥയായിരിക്കും ഈ ഒരു കള്ളൻ്റെ കഥ, പിന്നെ പ്രസൻറ്റിലായിരിക്കും വേറെ ഒരു അജയൻ്റെ കഥ. അങ്ങനെയായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിലെല്ലാം കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളുണ്ട്. എന്നാലും നല്ല രസമുണ്ട് ട്രെയിലർ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും എല്ലാം ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 3D എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ 3D സിനിമകൾ ഇറങ്ങാനായിട്ട് കുറേ കാലം. ഇപ്പം ബറോസിനി ഇറങ്ങുന്നുണ്ട് അടുത്തതായിട്ട് മോഹൻലാലിൻ്റെ. സോ അതിനെക്കാട്ടും പ്രതീക്ഷ കൂടുതൽ എനിക്ക് തന്നെയാണ്. പിന്നെ ട്രെയിലറിനെ പറ്റി ട്രെയിലർ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വേറെ പുതിയ കാര്യങ്ങളൊന്നുമില്ല. ടൊവിനോയുടെ ഒരു മണി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കാണാൻ വേണ്ടി എനിക്ക് അത്രയ്ക്ക് നല്ല ആകാംക്ഷയുണ്ട്. ആ ഒരു ക്യാരക്ടർ ആർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ. ആ ക്യാരക്ടർ ഡയലോഗ് ഡെലിവറി എനിക്ക് ഗംഭീരം ഫീൽ ചെയ്തു കേട്ടോ. അത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ക്യാരക്ടർ ട്രെയിലറിൽ കാണിക്കുമ്പോൾ തന്നെ ഇഷ്ടം. അപ്പോൾ സിനിമയെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ആകാംക്ഷയോടെയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സോ സെപ്റ്റംബർ 12 ഞാൻ ഇതിൻ്റെ റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ട്രെയിലറെ പറ്റി പറയാനുള്ള കൂടുതലൊന്നും പറയാനില്ല.